ഇത് നമ്മുടെ ട്യൂണ എന്ന് പറയുന്ന ഒരു ഫിഷാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാ മാർക്കറ്റിലും സുലഭമായി കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ അധികം ഈ സംഭവം കഴിച്ചിട്ടുണ്ട്. കാരണം അന്നൊക്കെ എൻ്റെ വല്യപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ വല്യപ്പാടെ മക്കളൊക്കെ ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ കൊടുന്നു കൊടുത്തിരുന്നു വല്യപ്പാക്ക്. അന്ന് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അന്നൊക്കെ ഉമ്മ വല്യമ്മ ഇവരൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുണ്ടാക്കും, ഞാൻ കഴിക്കും. അല്ലാതെ ഞാൻ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലേ പെട്ടെന്ന് നമ്മളെ വലിയ ഉള്ളി വഴറ്റി കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ ട്യൂണ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഓയിൽ ടൈപ്പിലും വരുന്നുണ്ട്, വാട്ടർ ടൈപ്പിലും വരുന്നുണ്ട്. പക്ഷെ ഞാൻ വാങ്ങിച്ചത് ഓയിൽ ടൈപ്പിലാണ്. 2 ടൈപ്പിലായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് വെച്ചാലും എടുക്കാം. ഞാൻ ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലോട്ട് 2 ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. 1 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 1 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ട്യൂണ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. പക്ഷേ ഈ ഓയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഓയിൽ നമുക്ക് കളയാം. ഇതിൽ ഓയിലാണെങ്കിലും വാട്ടർ ആണെങ്കിലും നമ്മൾ ഇതിൽ കളയാൻ നോക്കുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പാത്രത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിച്ചി എടുക്കുക. പക്ഷെ ഞാൻ അത് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇത് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലത്തെ ഒരു ടിന്ന് വാങ്ങിച്ചാൽ തന്നെ ഒരു 3 പേർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.